നമസ്കാരം. ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. 1965 ഫെബ്രുവരി 25 സോണി ലിസ്റ്റനെ ഫസ്റ്റ് റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തതിനു ശേഷം മുഹമ്മദ് അലി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വാചകമായിരുന്നു അത്. ആ മത്സരത്തിന് ശേഷമാണ് മുഹമ്മദ് അലി ആദ്യമായിട്ടൊരു പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അതുവരെ എല്ലാം ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് എന്നും ഫുൾ സപ്പോർട്ടുമായിരുന്നു. ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ജേർണലിസ്റ്റുകളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് 8-1 സാധ്യതയാണ് കഴിഞ്ഞ മത്സരത്തിൽ കൽപ്പിച്ചത്. അതിന് മുമ്പത്തെ മത്സരത്തിലും അത് തന്നെയായിരുന്നു. എന്താ കുറ്റപ്പെടുത്താവുന്ന അത്ര നിങ്ങൾ കുറ്റപ്പെടുത്തി. സോണി ലിസ്റ്റൺ ഈസ് ദ ഗ്രേറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഞാനും സമ്മതിക്കുന്നു. സോണി ലിസ്റ്റൺ ഈസ് ദ ഗ്രേറ്റ്, ബട്ട് ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. എന്താ സംശയമുണ്ടോ? ആർക്കും മറുപടിയില്ല. കാരണം 2 തവണ സോണി ലിസ്റ്റനെ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിൽ തോൽപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്. ആ മത്സരത്തിന് ശേഷം അതേ വർഷം തന്നെ നവംബർ 22 സോണി ലിസ്റ്റന് മുമ്പ് ചാമ്പ്യനായിരുന്ന ഫ്ലോയിഡ് പാറ്റേഴ്സണും അലിയുമായി ഏറ്റുമുട്ടി. 12ാമത്തെ റൗണ്ടിൽ അദ്ദേഹത്തെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് അലി വിജയം ആവർത്തിച്ചു. പാറ്റേഴ്സൺ ഇതിനിടയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു പിടിക്കാൻ. പക്ഷെ നടന്നില്ല. ആ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അലിക്കെതിരെയുള്ള ജനരോഷം ഉയർത്തിവിട്ടു. അയാൾ പറഞ്ഞതായിരുന്നു, എനിക്ക് അല്പം ലോവർ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് ശരിയായ ഒരു കാരണമേ അല്ല. കാരണം കർശനമായ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് അത്തരം ഒരു മത്സരം സംഘടിപ്പിക്കുക. അന്ന് കാണികളിൽ പലരും അലിയോട് വിളിച്ചു പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഏണി ടെററിനെ നേരിട്. ഏണി ടെറൽ എന്ന് പറയുന്നത് അക്കാലത്ത് ഒരു പ്രശസ്ത പ്രൊഫഷണൽ ബോക്സറായിരുന്നു. അലിയേക്കാൾ വളരെയധികം പൊക്കം, 6 അടി 6 ഇഞ്ച് പൊക്കം, വളരെയധികം നീളമുള്ള കൈകൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ഒക്ടോപസ്, നീരാളി. അന്ന് വൈകുന്നേരം അലിയുടെ ഹോട്ടൽ റൂമിലേക്ക് ഏണി ടെറൽ വന്നു. അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ അത്തരം ഒരു മത്സരം ഞാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അല്പം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോ ശരിക്കൊരു പ്രൊഫഷണൽ മത്സരത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ താങ്കളെ നേരിട്ടാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. മാത്രമല്ല, താങ്കളോട് തോറ്റാൽ പോലും അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നു. അലി പറഞ്ഞു, എന്റെ മാനേജർ ഹെർബർട്ട് മുഹമ്മദിനെ കണ്ടാൽ മതി. ഈ ഹെർബർട്ട് മുഹമ്മദ് അലി ആ സമയത്ത് നിയമിച്ച ബോക്സിംഗ് മാനേജറാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു എലിജ മുഹമ്മദിന്റെ 3ാമത്തെ മകനാണ്. ഒരു പ്രശസ്ത ബിസിനസ്സുകാരനുമാണ്. അങ്ങനെ ഹെർബർട്ട് മുഹമ്മദ് ഏർണി ടെറലുമായിട്ടുള്ള മത്സരത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത സമയത്തായിരുന്നു മറ്റൊരു സംഭവം നടക്കുന്നത്. അപ്പോഴല്ല, വളരെ മുമ്പേ തുടങ്ങിയ ഒരു കാര്യമാണ്. വാസ്തവത്തിൽ അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യമല്ല, വിയറ്റ്നാമിൽ നടക്കുന്ന ഒരു കാര്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം എന്നിങ്ങനെ സ്പ്ലിറ്റായി. 1955 നവംബർ 1 ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു. നോർത്ത് വിയറ്റ്നാമിനെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചൈനയും USSRും സഹായിച്ചു. ചൈനയും USSRും ആയുധങ്ങളും സൈനിക പരിശീലനവും നൽകി സഹായിച്ചു. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ USA നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അവര് സൗത്ത് വിയറ്റ്നാമിനെയും അതേ രീതിയിൽ സഹായിച്ചു. പക്ഷെ 1965 ആയപ്പോ USA നേരിട്ട് പട്ടാളത്തെ സൗത്ത് വിയറ്റ്നാമിനെ സഹായിക്കാൻ വേണ്ടി ഇറക്കി. അന്നത്തെ US പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ആയിരുന്നു അതിന് ഉത്തരവിട്ടത്. ഒരു പ്രത്യേക രീതിയിലായിരുന്നു ആ ഒരു മിലിറ്ററി ഡിപ്ലോയ്മെന്റ്. അതിനായിട്ട് കുറെ പുതിയ പട്ടാളക്കാരെ നിയമിക്കും. അവർക്ക് 1 വർഷം ട്രെയിനിങ്, അത് കഴിഞ്ഞ് 1 വർഷം വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കണം. സ്വാഭാവികമായിട്ടും US മിലിറ്ററിക്ക് കൂടുതൽ പട്ടാളക്കാർ ആവശ്യമുണ്ട്. അതിനായിട്ട് അവിടെ നടപ്പിലാക്കിയ ഒരു കാര്യം, സാധാരണ ഗതിയിൽ ഈ മിലിറ്ററി ഷോർട്ട് ടൈം കമ്മീഷനായിട്ട് സ്കൂൾ ഫൈനൽ കഴിഞ്ഞ ആൾക്കാരൊക്കെ എക്സാം എഴുതും. ഗ്രേഡ് എക്സാം എന്നാണ് എന്റെ പേര്. അലിയും ആ എക്സാം 1960 എഴുതിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് 16 മാർക്കാണ്. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് 17. 65 ആ കട്ട് ഓഫ് 15 കുറച്ചുകൊണ്ട് 5 വർഷം മുൻകാല പ്രാബല്യത്തോടെ ഉത്തരവ് നിലവിൽ വന്നു. സ്വാഭാവികമായിട്ടും അലി ഗ്രേഡ് എക്സാം പാസ്സായതായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ അലിക്ക് മിലിറ്ററിയിൽ ചേരുന്നതിനുള്ള ഓർഡർ വന്നു. പക്ഷെ അലി ശക്തമായിട്ട് അതിനെ എതിർത്തു. അലി പറഞ്ഞതാണ്, വിയറ്റ്നാമിനെതിരെ യുദ്ധം ചെയ്യാനല്ലേ, ഞാനില്ല. കാരണം
ഒരു വിയറ്റ്നാംകാരനും എന്നെ കറുത്ത വർഗ്ഗക്കാരൻ എന്ന് വിളിച്ച് അപമാനിച്ചിട്ടില്ല. അലിക്കെതിരെ ജനവികാരം ഉയർന്നു, പ്രത്യേകിച്ച് വെളുത്ത വർഗ്ഗക്കാർക്കിടയിൽ. കറുത്ത വർഗ്ഗക്കാരെല്ലാം സപ്പോർട്ടായിരുന്നു, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളും തൊഴിലാളികളെല്ലാം അലിയെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഉന്നതന്മാരെല്ലാം അലിക്കെതിരായി. ഫോൺ വിളിയിലൂടെയും ധാരാളം ഭീഷണികൾ അലിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതൊന്നും അദ്ദേഹം ഗൗനിച്ചേയില്ല. ഏതായാലും യുദ്ധം പിന്നെയും വളരെ കാലം തുടർന്നു. 1969 കാലഘട്ടമാകുമ്പോഴേക്കും വിയറ്റ്നാമിലെ US സൈനികരുടെ എണ്ണം 5 ലക്ഷത്തിന് മുകളിലായിരുന്നു. എന്നിട്ടും US യുദ്ധം ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോ ഇറാനിൽ സംഭവിച്ച പോലെ തന്നെ വലിയൊരു സൈനിക സാന്നിധ്യം ഉണ്ടായിട്ട് പോലും വിയറ്റ്നാം യുദ്ധത്തിൽ സൗത്ത് വിയറ്റ്നാമിന് US സഹായത്തോടെ ജയിക്കാൻ കഴിഞ്ഞില്ല. 1970 US സൈന്യത്തിനെ പിൻവലിച്ചുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് റിച്ചർഡ് നിക്സൺ ഉത്തരവിറക്കി. അതോടെ US സൈനിക സാന്നിധ്യം വിയറ്റ്നാമിൽ അവസാനിച്ചു. 75 ആ യുദ്ധം അവസാനിക്കുന്നത്. 76 അതുവരെ ബദ്ധചൈത്രുക്കളായിരുന്ന നോർത്ത് ആൻഡ് സൗത്ത് വിയറ്റ്നാംസ് ഒരു രാജ്യമായി മാറി. പിന്നീട് അവരുടെ സാമ്പത്തിക വളർച്ച അതിദ്രുതമായിരുന്നു. കാർഷിക വ്യവസായ രംഗങ്ങളിലുള്ള ഒരു കുതിച്ചുചാട്ടം. ഇന്നിപ്പോ ഇന്ത്യയിലടക്കം ഇൻഫാസ്റ്റ് പോലുള്ള പല കാറടക്കം വിയറ്റ്നാം ഇറക്കിയിരിക്കുന്നു. അത്രയും വലിയ ഒരു സാമ്പത്തിക മുന്നേറ്റമാണ് പിന്നെ വിയറ്റ്നാം നടത്തിയത്. പക്ഷേ ക്രമസമാധാന പ്രശ്നത്തിന്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അലി USA ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പോലീസ് വിലക്കി. അതോടെ അലി ഫെറൽ മത്സരം നീണ്ടുപോയി. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം മറ്റേതെങ്കിലും രാജ്യത്ത് പോയി മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷന്റെ റൂൾ അനുസരിച്ച് ഏത് രാജ്യത്ത് മത്സരം നടക്കുന്നോ ഒരു മത്സരാർത്ഥി ആ രാജ്യത്തുള്ള ആളായിരിക്കും. 1966 മാർച്ച് 29 കാനഡയിലെ ടൊറാന്റോയിൽ വെച്ച് ജോർജ് ചുവാലോ എന്ന ഒരു ബോക്സറുമായിട്ടായിരുന്നു അലിയുടെ അടുത്ത വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടന്നത്. അതുവരെ നടന്ന വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ ഏറ്റവും ശക്തനായ എതിരാളിയായിരുന്നു ജോർജ്. ആ മത്സരം 15 റൗണ്ടും നീണ്ടു നിന്നു. 15ാമത്തെ റൗണ്ടിലാണ് അലിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. 66 മെയ് 21 അടുത്ത മത്സരം ലണ്ടനിൽ വെച്ച് ബ്രിട്ടീഷ് ചാമ്പ്യൻ ഹെൻറി കൂപ്പർ ആയിരുന്നു എതിരാളി. ഹെൻറി കൂപ്പറായിട്ട് അതിനു മുമ്പ് അലി ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടത്തിയിട്ടുണ്ട് ലണ്ടനിൽ വെച്ച് തന്നെ. ആ സമയത്താണ് അലി ഒരു അത്ഭുതകരമായ കാഴ്ച കാണുന്നത്. വെളുത്ത വർഗ്ഗക്കാർ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പെരുമാറുന്ന ഒരു കാഴ്ച. ബ്രിട്ടീഷുകാർക്ക് പിന്നെ അത്തരം ഒരു വിവേചനമൊന്നുമില്ല. കറുത്തവൻ വെളുത്തവൻ എന്നുള്ളൊരു വ്യത്യാസമില്ല. അവിടെ അടിമ ജോലികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലിയോട് വളരെ സ്നേഹത്തോടെ അവർ പെരുമാറിയെന്ന് മാത്രമല്ല, ആ മത്സരത്തിലാണ് ആദ്യമായിട്ട് അലി ഗ്രൗണ്ട് സപ്പോർട്ടോടെ കളിച്ചത്. ബ്രിട്ടീഷുകാർക്ക് അത്തരം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. കളിക്കുന്നത് സ്വന്തം രാജ്യക്കാരനാണെങ്കിലും മറ്റൊരു രാജ്യക്കാരനായ അലിയെയാണ് അവർ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. കാരണം കൂടുതൽ നന്നായിട്ട് കളിച്ചിരുന്നത് അലിയായിരുന്നു. 6ാമത്തെ റൗണ്ടിൽ കൂപ്പറെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് അലി ആ മത്സരം വിജയിച്ചു. അതേ വർഷം തന്നെ ഓഗസ്റ്റ് 6 ബ്രയാൻ ലണ്ടൻ എന്ന പ്രൊഫഷണൽ ബോക്സറുമായിട്ടായിരുന്നു അടുത്ത ലണ്ടനിൽ വെച്ച് തന്നെയായിരുന്നു. 3ാമത്തെ റൗണ്ടിൽ ബ്രയാനെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് അലി വിജയം ആവർത്തിച്ചു. 1966 സെപ്റ്റംബർ 10 അടുത്ത വേൾഡ് ഹെവി വെയിറ്റ് മത്സരം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് ജർമ്മൻകാരനായ കാൾ മിൽഡൻബർഗ് ആയിരുന്നു എതിരാളി. വളരെ തീവ്രമായ ഒരു മത്സരമായിരുന്നു. 12ാമത്തെ റൗണ്ടിലാണ് അലി കാളിനെ നോക്കൌട്ട് ചെയ്യുന്നത്. 1966 അവസാനമായ ലൂയിവിൽ മില്ലിനേഴ്സുമായിട്ടുള്ള അലിയുടെ കോൺട്രാക്ട് അവസാനിപ്പിച്ചു. 6 വർഷത്തേക്കായിരുന്നു ആ കോൺട്രാക്ട്. 60 ഡിസംബർ മുതൽ 66 ഡിസംബർ വരെ. ഇനിയുള്ള മത്സരങ്ങളിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ അലിക്ക് സ്വന്തം. മറ്റത് പകുതി അവരെടുക്കുമായിരുന്നു സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട്. മുഹമ്മദ് അലി എന്ന ബോക്സിംഗ് ചാമ്പ്യന്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.